ഇത് സൺഡേ റോസ്റ്റ് മെനുവിൽ വരുന്ന 28 ഡേയ്സ് ഏജ്ഡ് ബീഫ് സെർലോയിൻ വിത്ത് വെജീസ് ആൻഡ് ഫ്യൂ സോസസ്. ഇതാണ് ഇന്ന് ഞാൻ കഴിച്ച മെയിൻ ഫുഡാണിത്. ഇത് സൺഡേ മെനുവിൽ വരുന്നതാണ്. ഈ കാണുന്നതാണ് റോസ്റ്റഡ് ബീഫ് സെർലോയിൻ. ഇത് 28 ഡേയ്സ് ഏജ്ഡ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്തോ ഇതിൽ സോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. ആ 28 ഡേയ്സ് സോക്ക് ചെയ്ത് എന്തോ വെക്കും. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ വെജീസ് ഉണ്ട്, ബ്രോക്കലി വിത്ത് സ്റ്റെംഡ് ബ്രോക്കലി, പിന്നെ റോസ്റ്റഡ് പൊട്ടാറ്റോ, പിന്നെ യോർക്ക്ഷയർ പുഡിംഗ് ആണ് ഈ അപ്പം പോലെ കാണുന്ന സംഭവം. പിന്നെ 2 പീസ് ക്യാരറ്റ് ഉണ്ടായിരുന്നു, പിന്നെ സ്പിനാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു. ഇതിൽ ഈ ഒഴിക്കുന്നതാണ് റിച്ച് ബീഫ് ഗ്രേവി. ഞാനത് ഫുള്ള് പ്ലേറ്റ് ചുറ്റും ഇതിങ്ങനെ ഒഴിച്ചു, അതിൻ്റെ ഒരു ഗ്രേവി കിട്ടാനായിട്ട്. പിന്നെ ഒരു ഹോസ് റാഡിഷ് സോസ് എന്ന് പറഞ്ഞൊരു വൈറ്റ് കളറിൽ ഒരു ചമ്മന്തി പോലത്തെ ഒരു സംഭവം അത് സൈഡിലുണ്ടായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനത് തൊട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഗ്രേവി ഫുള്ളായിട്ട് അതങ്ങനെ ഒഴിച്ചു. നല്ല തിക്കായിട്ടുള്ള റിച്ചായിട്ടുള്ള ബീഫ് ഗ്രേവിയാണത്. അത് ഫുള്ള് ഞാനും അത് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്വീറ്റിന് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം നമ്മൾ എല്ലാ പീസസും, ഈ റോസ്റ്റഡ് പൊട്ടാറ്റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ പൊട്ടാറ്റോ ചിപ്സ് കഴിക്കുന്ന പോലെ ഇങ്ങനെ വടി പോലെ ഒന്നും ഇരിക്കില്ല, അതുകൊണ്ട് ഇതിൻ്റെ നല്ല രസമാണ്. എന്നിട്ട് ഞാൻ വെജീസും ബീഫും പിന്നെ യോർക്ക്ഷയർ പുഡിങ്ങിൻ്റെ ഒരു ചെറിയ പീസും ബീഫും റോസ് പൊട്ടാറ്റോസും ക്യാരറ്റും എല്ലാം കൂടി ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് എടുത്ത് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് മസാല ഇട്ടുള്ളൊരു ഫുഡല്ല, അതുകൊണ്ട് ബീഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ജസ്റ്റ് എനിക്ക് തോന്നുന്നു അവരെന്തോ ഒരു ജസ്റ്റ് സോൾട്ട് മാത്രം ഇട്ടിട്ട് ചിലപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നല്ലാതെ അതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബീഫ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റൊന്നും കിട്ടുന്നില്ല, മസാല ടേസ്റ്റൊന്നും കിട്ടുന്നില്ല, ജസ്റ്റ് ബീഫിൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ എനിക്ക് അച്ഛനെല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. അച്ഛനൊക്കെ പറഞ്ഞു ഇത് വെറും ബീഫിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഞാനൊരു എല്ലാ ഫുഡും കഴിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കങ്ങനെ വിഷയമൊന്നും തോന്നിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് ഐറ്റം.